പാലക്കാട്ടെ കാര്യം പാലക്കാട് ചരിത്ര നേട്ടമാണ് UDF-നുണ്ടായത്. അറിയാം, 3 സീറ്റുകളാണ് UDF അധികമായി നേടിയത്. അതേസമയം പ്രബല മേഖലകളിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും സീറ്റ് നിലനിർത്താനായതിന്റെ ആശ്വാസത്തിലാണ് LDF. പാലക്കാട് 5 മണ്ഡലങ്ങളാണ് UDF തിരിച്ചു പിടിച്ചത് അല്ലെങ്കിൽ സ്വന്തമാക്കിയെന്ന് പറയാം. അതിൽ 2 UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു പാലക്കാട്, മണ്ണാർക്കാട്. പാലക്കാട് പിഷാരടി വലിയ ഭൂരിപക്ഷത്തിൽ 13,000-നോട് അടുപ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ നാളുകളിലും വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുമൊക്കെ തന്നെ ഇത്ര വലിയൊരു വിജയം UDF-ഉം പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ 5,000-6,000 വോട്ടിന് വിജയിക്കുമെന്ന് കരുതിയെടുത്ത് 13,000-ന് അധികം വോട്ടിന് വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. തൃത്താല വലിയ ഫൈറ്റ് നടന്ന തൃത്താലയിൽ 10,000-തോടടുപ്പിച്ച ഭൂരിപക്ഷത്തിന് VT ബൽറാം വിജയിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം VT ബൽറാമിന്റെ കോൺഫിഡൻസ് ആണ്. ആദ്യത്തെ 2 റൗണ്ടുകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അത് ആ സമയത്തൊക്കെ തന്നെ ഏകദേശം 1,000-ഓ അല്ലെങ്കിൽ 2,000-ഓ ഒക്കെ തന്നെ ലീഡ് UDF-നുണ്ടായിരുന്നുള്ളൂ. താൻ വിജയം ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് VT ബൽറാം ഒരു പ്രതികരണം നടത്തുകയും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ധൈര്യം എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം വലിയ രീതിയിൽ ലീഡ് തൃത്താലയിൽ ഉയരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറി LDF-ന് 3,000-ന്റെ ഭൂരിപക്ഷം മാത്രമേ തൃത്താലയിൽ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ശക്തമായ മത്സരമാണ്. അങ്ങനെയൊക്കെ സാഹചര്യമുണ്ട്. അപ്പോഴും ഏകദേശം ഒരു 10,000-തോട് അടുപ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് തൃത്താലയിൽ എത്തുന്നു എന്നുള്ളതാണ്. ചിറ്റൂരും 5,000-ന്റെ അടുപ്പിച്ച് 5,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ചിറ്റൂരിൽ UDF ജയിച്ചത്. പക്ഷെ അവിടെ ഒരു കൗതുകകരമായ കാര്യം, ഈ 5,600-ന് മുകളിൽ, അതായത് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ലീഡിനേക്കാളും അധികം വോട്ടുകൾ അവിടുത്തെ മുരുകദാസിന്റെ, അതായത് LDF സ്ഥാനാർത്ഥിയുടെ അപരൻ സ്വന്തമാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കൗതുകരമായ ഒരു സാഹചര്യം കൂടി ചിറ്റൂരുണ്ട്. മണ്ണാർക്കാട് തന്റെ ലീഡുകൾ വീണ്ടും റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഷംസുദ്ദീൻ 15,000 വോട്ടിനോട് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ അവിടെ വിജയം കരസ്ഥമാക്കി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഈ മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് താരതമ്യേന തട്ടുകേട് കുറവ് പറ്റിയിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. കാരണം പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആലത്തൂര് നിലനിർത്തുന്നു, തരൂര് നിലനിർത്തുന്നു. അത് ഒറ്റപ്പാലത്ത് വോട്ട് വർദ്ധിപ്പിക്കുന്നു. എതിരാരായിരുന്നു? PK ശശിയായിരുന്നു. PK ശശി CPM-ൽ നിന്ന് പോയി ഒറ്റപ്പാലത്ത് വലിയ ചലനമൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചെടുത്ത് PK ശശിയുടെ ഒരു പതനം കൂടുതൽ ആഘാതം വരുത്തിക്കൊണ്ട് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്നു. ഷൊർണൂര് നിലനിർത്തുന്നു. അങ്ങനെയുള്ള ചില കാഴ്ചകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്, അതായത് LDF-ന്റെ കോട്ടകൾ കുറെയൊക്കെ പാലക്കാട് ജില്ലയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്.